പുതിയ വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് ആറാമത്തെ സെമസ്റ്റർ കേരള ടെക്നോളജി യൂണിവേഴ്സിറ്റിയിലെ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ ആറാമത്തെ മോഡ്യൂൾ, അതായത് ഇമേജ് കംപ്രഷനെ കുറിച്ചാണ്, അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ഡേറ്റ റിഡൻഡൻസീസും ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇമേജ് കംപ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം, ഒരു ഡേറ്റയെ നമ്മൾ കംപ്രസ് ചെയ്യുന്നത് അതിൻ്റെ ഓവറോൾ സൈസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കംപ്രഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിജിറ്റൽ ഇമേജിൽ നമ്മൾ കംപ്രഷൻ ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, ഒരു ഡിജിറ്റൽ ഇമേജിനെ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു ഹോൾ എമൗണ്ട് ഓഫ് ഡേറ്റയെ എന്ത് ചെയ്യുക, ഒന്ന് റെഡ്യൂസ് ചെയ്യുക. ഇൻ എഫക്റ്റ് ആ ഡിജിറ്റൽ ഇമേജിന്റെ സൈസിനെ റെഡ്യൂസ് ചെയ്യുകയാണ് നമ്മൾ ഇമേജ് കംപ്രഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇമേജിനകത്ത് ഒത്തിരി റിഡൻഡന്റ് ആയിട്ടുള്ള ഡേറ്റാസ് കാണും. അപ്പൊ ആ ഡേറ്റയെ ഒന്നുകിൽ മിനിമൈസ് ചെയ്തിട്ടോ, റിഡൻഡന്റ് ഡേറ്റയെ മിനിമൈസ് ചെയ്യുകയോ അതിനെ എലിമിനേറ്റ് ചെയ്യുകയോ വഴി ഇമേജ് കംപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്താണ് ഒരു ഇമേജ് കംപ്രഷന്റെ നീഡ് എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമുക്കറിയാം ഒത്തിരി ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റയാണ് ടെക്സ്റ്റ് ആയിട്ടും ഇമേജ് ആയിട്ടും വീഡിയോ, അതുപോലെ തന്നെ ഓഡിയോ, സ്പീച്ച് ആയിട്ടും എല്ലാം ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിന് ഒത്തിരി സ്പേസ് നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ ഇതെല്ലാം ട്രാൻസ്മിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആ ട്രാൻസ്മിഷന്റെ ഡേറ്റ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു പോവുകയും ചെയ്യും. കാരണം അത് ഹ്യൂജ് സൈസ് ഈ ഡേറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ. ഇനി അത് മാത്രമല്ല, ഇതിന്റെ ട്രാൻസ്മിഷൻ ഡേറ്റ റേറ്റും റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഓവർകം ചെയ്യാനായിട്ട് ഇമേജ് കംപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഇമേജിനകത്തുള്ള എമൗണ്ട് ഓഫ് ഡേറ്റയെ റെഡ്യൂസ് ചെയ്യുക വഴി നമുക്ക് കൂടുതൽ ഹയർ ട്രാൻസ്മിഷൻ റേറ്റിൽ നമുക്ക് ആ ഇമേജിനെ നമുക്ക് ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് വളരെ കുറച്ച് സ്പേസ് നമുക്ക് മതിയാവും. അതുപോലെ തന്നെ അതിന്റെ ഇമേജ് അല്ലെങ്കിൽ ഡേറ്റയുടെ ട്രാൻസ്പോർട്ടേഷനും വളരെ ഈസി ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി എന്താണ് ഈ ഇമേജ് കംപ്രഷൻ കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഡേറ്റയെ കംപ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനകത്തുള്ള കുറച്ച് എമൗണ്ട് ഓഫ് ഡീറ്റെയിൽ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും ഉണ്ട്. അത് വളരെ റയർ ചാൻസസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ട്രാൻസ്മിറ്റർ സൈഡിലാണ് നമ്മൾ ഇമേജിനെ കംപ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. റിസീവർ സൈഡിൽ വരുമ്പോൾ തിരിച്ച് ഡീകംപ്രഷൻ എന്ന് പറയുന്നത് ചെയ്താണ് ഒറിജിനൽ ഇമേജിനെ നമ്മൾ റിക്കവർ ചെയ്യുന്നത്. അപ്പൊ ഈ കംപ്രഷൻ പ്രോസസ്സും ഡീകംപ്രഷൻ പ്രോസസ്സും വഴി ട്രാൻസ്മിറ്ററിന്റെയും റിസീവറിന്റെയും ആ ഒരു കറസ്പോണ്ടിങ് സർക്യൂട്ടറി എന്ന് പറയുന്നത് കോംപ്ലക്സ് ആവാനായിട്ട് ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ കംപ്രഷനും ഡീകംപ്രഷൻ പ്രോസസ്സും ചെയ്യുക വഴി ആ കോഡിങ് ടൈമും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ആ മൂന്ന് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻറ്റേജസ് മാത്രമാണ് ഇമേജ് കംപ്രഷൻ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. സ്റ്റോറേജ് സ്പേസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹയർ ട്രാൻസ്മിഷൻ റേറ്റിൽ ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആവുകയും ചെയ്യും. ഇനി ഇമേജ് കംപ്രഷൻ അച്ചീവ് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ റിഡൻഡൻസീസിനെ റിമൂവ് ചെയ്തുകൊണ്ടാണ് ഇമേജ് കംപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. നമുക്ക് ഒരു ഡിജിറ്റൽ ഇമേജിൽ 3 ടൈപ്പ് ഓഫ് ഡേറ്റ റിഡൻഡൻസീസ് ആണ് നമുക്ക് നോക്കാനുള്ളത് അല്ലെങ്കിൽ ഒക്കർ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് റിഡൻഡൻസി എന്ന് പറയുന്നത് കോഡിംഗ് redundancy. Then second type of redundancy interpixel redundancy. Then third type three types of redundancies ആണ് ഒരു ഡിജിറ്റൽ ഇമേജിനകത്ത് ഒക്കർ ചെയ്യുന്നത്. കോഡിംഗ് റിഡൻഡൻസി, ഇന്റർപെക്സൽ റിഡൻഡൻസി, ദെൻ സൈക്കോവിഷൻ റിഡൻഡൻസി. നമുക്ക് ഇതിൽ ഒന്നിൽ കൂടുതലോ റിഡൻഡൻസീസിനെ ഒന്നുകിൽ റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുകയോ വഴിയാണ് നമുക്കൊരു ഡിജിറ്റൽ ഇമേജിൽ ഇമേജ് കംപ്രഷൻ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇനി ഇതിൽ ഓരോ റിഡൻഡൻസീസും 1 by 1 ആയിട്ട് എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. റിഡൻഡൻസീസിനകത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് കോഡിംഗ് റിഡൻഡൻസി എന്താണെന്നാണ് നോക്കുന്നത്.
അപ്പൊ നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് ഒരു ഇമേജിനകത്ത് 8 ഗ്രേ ലെവൽ വാല്യൂസ് ആണ് ഒരു ഇമേജിനകത്ത് ഉള്ളത്. ഒരു R0 to R7 വരെയുള്ള ഗ്രേ ലെവൽ വാല്യൂസ് ഉണ്ട്. ദെൻ ഇത് വെറും അസംഷൻ മാത്രമാണ് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതിന് ഓരോ ഗ്രേ ലെവലിന്റെയും പ്രോബബിലിറ്റി ആ ഇമേജിനകത്ത് ഒക്കർ ചെയ്തിരിക്കുന്ന പ്രോബബിലിറ്റി ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഒരു ഏതെങ്കിലും ഒരു കോഡിംഗ് പ്രൊസീജിയർ കോഡിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു, കോഡ് ചെയ്യുന്നു. അപ്പോൾ ഓരോ ഗ്രേ ലെവലിന് കിട്ടുന്ന കറസ്പോണ്ടിങ് കോഡ്സ് ആണ്, കോഡ് വേർഡ്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇത് നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. L1 of k കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോഡ് 1 വെച്ച് ചെയ്ത് ഇതിന് 3 ബിറ്റ് ഉണ്ട്, ഇതിന് 3 ബിറ്റ്. അപ്പോൾ എല്ലാം 3 ബിറ്റ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ കോഡ് വേർഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഞാൻ ഈ കോഡ് 1 യൂസ് ചെയ്ത കോഡിംഗ് മെത്തേഡ് വെച്ചിട്ടല്ല, വേറൊരു ഡിഫറെന്റ് കോഡിംഗ് മെത്തേഡ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കോഡ് വേർഡ് എന്ന് പറയുന്നത് ഓരോ ഗ്രേ ലെവൽസിനും ഞാൻ കണ്ടുപിടിക്കുന്നു. അപ്പൊ ആ സെക്കൻഡ് കോഡിംഗ് മെത്തേഡ് വെച്ചിട്ട് എനിക്ക് കിട്ടുന്ന R0ന്റെ കോഡ് വേർഡ് 11, R1ന്റെ 01, R2ന്റെ 10, R3ന്റെ 001, അങ്ങനെ ആ രീതിയിൽ പോകുന്നു. എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ബിറ്റ്സ്, നമ്പർ ഓഫ് ബിറ്റ്സിലുള്ള കോഡ് വേർഡ് ആണ് സെക്കൻഡ് കോഡിംഗ് മെത്തേഡ് വഴി എനിക്ക് കിട്ടുന്നത്. ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് 2 ബിറ്റ് ഉണ്ട്, ഇതിന് 2 ബിറ്റ് ഉണ്ട്, ഇതിന് 2 ബിറ്റ്, 001ന് 3 ബിറ്റ്, ഇതിന് 4 ബിറ്റ്, അങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. കോഡ് 2ന്റെ നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് L2 of k കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ കോഡ് 1 എന്നും ഒരു ഏതെങ്കിലും ഒരു കോഡിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ഗ്രേ ലെവൽസിനെ കോഡിങ് നമ്മൾ ചെയ്യുന്നു. കോഡിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇനി അടുത്ത സെഷൻസിൽ നമുക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം അതിനെ കാണുക. ഒരു കോഡിംഗ് മെത്തേഡ് വഴി ഇനി ചെയ്തപ്പോൾ എല്ലാ ഗ്രേ ലെവൽസിനും ഈക്വൽ നമ്പർ ഓഫ് ബിറ്റ്സ് വെച്ചിട്ടുള്ള കോഡ് വേർഡാണ് എനിക്ക് ജനറേറ്റ് ചെയ്തത്. ഇനി ഞാൻ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് വേറൊരു കോഡിംഗ് പ്രൊസീജിയർ ഞാൻ ഉപയോഗിച്ചിട്ട് ഈ ഗ്രേ ലെവൽസിന് വേറൊരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ് കോഡ് വേർഡ് എന്ന് പറയുന്നത് ഞാൻ ജനറേറ്റ് ചെയ്തു. അൺഈക്വൽ ലെങ്തിലുള്ള കോഡ് വേർഡ് ഞാൻ ജനറേറ്റ് ചെയ്തു. ഇനി കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, ആവറേജ് നമ്പർ ഓഫ് ബിറ്റ്സ് എത്ര വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം. L ആവറേജ് എന്ന് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഇൻ കോഡ് 1 ഫസ്റ്റ് കോഡിംഗ് മെത്തേഡ് വഴി എനിക്ക് കിട്ടുന്ന ആവറേജ് നമ്പർ ഓഫ് ബിറ്റ്സ് എത്ര എന്ന് എടുക്കാം. അതാണ് L ആവറേജ് ഈക്വൽ ടു സബ്മേഷൻ k ഈക്വൽ ടു 1 to q പ്രോബബിലിറ്റി വാല്യൂ pk ഇൻറ്റു കോഡിംഗ് 1ന്റെ ആ കറസ്പോണ്ടിങ് കോഡ് വേർഡിന്റെ ലെങ്ത് ആണ് L1 of k എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി വാല്യൂവിനെ എന്ത് ചെയ്യുക, ആ കറസ്പോണ്ടിങ് കോഡ് വേർഡിന്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം കൂടെ ആഡ് ചെയ്ത് എടുക്കുക. എന്ന് പറഞ്ഞാൽ 0.19 into 3 plus 0.25 into 3 plus 0.21 into 3 plus 0.16 into 3 plus 0.08 into 3 plus 0.06 into 3 plus 0.03 into 3 plus 0.02 into 3. അപ്പൊ എല്ലാത്തിന്റെയും ലെങ്ത് വരുന്നത് 3 ആണ്. പ്രോബബിലിറ്റീസിന്റെ എല്ലാം കൂടെ സം എടുത്തു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ L ആവറേജ് ഫസ്റ്റ് കോഡിംഗ് മെത്തേഡ് വഴി കിട്ടുന്നതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ബിറ്റ്സ് ആയിരിക്കും നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇതാണ് ഫസ്റ്റ് കോഡിംഗ് മെത്തേഡ് വഴി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആവറേജ് നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ L ആവറേജ് നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ കോഡ് 2 സെക്കൻഡ് കോഡിംഗ് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് L ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സമ്മേഷൻ k ഈക്വൽ ടു 1 to q pk ഇൻറ്റു സെക്കൻഡ് കോഡിങ്ങിന്റെ നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് L2 of k എന്ന് പറയുന്നത്. പ്രോബബിലിറ്റിനെ കോഡ് വേർഡിന്റെ ലെങ്ത് കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എടുക്കുക. അപ്പൊ വാല്യൂ വരുന്നത് 0.19 into 2 plus 0.25 into 2 plus 0.21 into 2 plus 0.16 into 3 plus 0.08 into 4 plus 0.06 into 5 plus 0.03 into 6 plus 0.02 into 6. Approximately അതിന്റെ വാല്യൂ വരുന്നത് L average equal to 2.7 bits എന്ന് വരും. അപ്പൊ നമുക്ക് ഇവിടെ കോഡ് 1 മെത്തേഡ് യൂസ് ചെയ്തിട്ട് കിട്ടുന്ന ആവറേജ് നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് 3 ബിറ്റ്സും കോഡ് 2 വഴി കിട്ടുന്ന ആവറേജ് നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് 2.7 ബിറ്റ്സ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഏത് കോഡിംഗ് മെത്തേഡിനാണോ ആവറേജ് നമ്പർ ഓഫ് ബിറ്റ്സ് മിനിമൈസ് ചെയ്യാൻ കഴിയാത്തത് അവിടെ നമുക്ക് ആ കോഡിംഗ് പ്രൊസീജിയറിനകത്ത് കോഡിംഗ് റിഡൻഡൻസി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും.
എന്ന് വെച്ചാൽ നമ്മളിവിടെ ആവറേജ് നമ്പർ ഓഫ് ബിറ്റ്സ് ചെക്ക് ചെയ്തപ്പോൾ കോഡ് 1 അത് 3 ബിറ്റ് എന്ന് വന്നു, കോഡ് 2 പ്രൊസീജിയർ വഴി 2.7 ബിറ്റ്സ് എന്ന് വന്നു. അപ്പൊ എവിടെയാണ് എല്ലാ ആവറേജിന്റെ വാല്യൂ ഗ്രേറ്റർ ആയിട്ട് നിൽക്കുന്നത്? ഇവിടാണ്. കാരണം ഫസ്റ്റ് കോഡിംഗ് മെത്തേഡിലാണ് അതിന്റെ വാല്യൂ ഗ്രേറ്റർ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഫസ്റ്റ് കോഡിംഗ് മെത്തേഡ് വഴി ചെയ്ത് കിട്ടുന്ന ആ കറസ്പോണ്ടിങ് ഇമേജിൽ എന്തുണ്ടെന്ന് പറയാൻ പറ്റും? കോഡിംഗ് റിഡൻഡൻസി ഉണ്ടെന്ന് പറയാൻ പറ്റും. ഡേറ്റ റിഡൻഡൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് യാതൊരു റെലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാത്ത ഡേറ്റയും അതുപോലെ ആൾറെഡി നമുക്ക് അറിയാമെന്നുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റയെയാണ് നമ്മൾ റിഡൻഡന്റ് ഡേറ്റാസ് എന്ന് നമ്മൾ പറയുന്നത് ജനറൽ ആയിട്ട്. ഇപ്പൊ കോഡിംഗ് റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ ഏത് കോഡിംഗ് മെത്തേഡാണോ ഫെയിൽ ടു മിനിമൈസ് ദി ആവറേജ് നമ്പർ ഓഫ് ബിറ്റ്സ് അവിടെ കോഡിംഗ് റിഡൻഡൻസി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ കോഡിംഗ് റിഡൻഡൻസി എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ വേരിയബിൾ ലെങ്ത് കോഡിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ യൂസ് ചെയ്യുക. വേരിയബിൾ ലെങ്ത് കോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് പ്രോബബിലിറ്റിനെയാണോ ഹയർ പ്രോബബിലിറ്റി വാല്യൂ ഉള്ളത് അതിനെന്ത് ചെയ്യുക, ഫ്യൂവർ നമ്പർ ഓഫ് ബിറ്റ്സ് വെച്ചിട്ട് കോഡ് വേർഡ് ജനറേറ്റ് ചെയ്യുക. ലെസ് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് വരുന്ന ഗ്രേ ലെവൽസിന് എന്ത് ചെയ്യുക, ഹയർ നമ്പർ ഓഫ് ബിറ്റ്സ് വെച്ചിട്ട് കോഡ് വേർഡ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുക. ആ മെത്തേഡിനെയാണ് നമ്മൾ വേരിയബിൾ ലെങ്ത് കോഡിംഗ് എന്ന് പറയുന്നത്. ആ പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇമേജിനകത്തുള്ള കോഡിംഗ് റിഡൻഡൻസീസ് എന്ന് പറയുന്നത് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഡിജിറ്റൽ ഇമേജിനകത്ത് ഉണ്ടാകുന്ന രണ്ടാമത്തെ ടൈപ്പ് റിഡൻഡൻസിയാണ് ഇന്റർ പിക്സൽ റിഡൻഡൻസി എന്ന് പറയുന്നത്. ഇപ്പൊ റിഡൻഡൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൾറെഡി കൺവേ ചെയ്തിട്ടുണ്ട്. റിഡൻഡൻസി മീൻസ് ഒരു ഇമേജിനകത്ത് റിഡൻഡന്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ആൾറെഡി നമുക്ക് അറിയാമെന്നുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റാസ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ റിഡൻഡന്റ് ഡേറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യാതൊരു റിലവന്റ് ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യാത്ത ഡേറ്റാസ്, അതാണ് റിഡൻഡന്റ് ഡേറ്റാസ് എന്ന് പറയുന്നത്. ഇന്റർ പിക്സൽ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ പിക്സൽസ് തമ്മിലുള്ള ഇന്റർ പിക്സൽ കോറിലേഷൻ കാരണം ഉണ്ടാവുന്ന ഡേറ്റ റിഡൻഡൻസിയാണ് ഇന്റർ പിക്സൽ റിഡൻഡൻസി. മീൻസ് ഒരു ഇമേജിനകത്ത് നൈബറിംഗ് പിക്സൽസ് തമ്മിലുള്ള കോറിലേഷൻ, അതിനെയാണ് നമ്മൾ ഇന്റർ പിക്സൽ കോറിലേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു പിക്സലിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ നൈബറിംഗ് ആയിട്ടിരിക്കുന്ന പിക്സൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കറസ്പോണ്ടിങ് പിക്സലിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഗസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ ഇന്റർ പിക്സൽ കോറിലേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരുമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന നൈബറിംഗ് പിക്സൽസ് എപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കലി ഡിപ്പെൻഡന്റ് ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പിക്സലിന്റെ വാല്യൂ അതിന്റെ നൈബറിംഗ് പിക്സൽസ് നോക്കിയിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ടൈപ്പ് റിഡൻഡൻസിയാണ് ഇന്റർ പിക്സൽ റിഡൻഡൻസി. നമുക്ക് അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിന് ഫസ്റ്റ് ടൈപ്പ് വരുന്നത് സ്പേഷ്യൽ റിഡൻഡൻസി. സെക്കൻഡ് ടൈപ്പ് ആണ് ടെമ്പറൽ റിഡൻഡൻസി എന്ന് പറയുന്നത്. ഇനി സ്പേഷ്യൽ റിഡൻഡൻസി നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ കേസ് തന്നെ ഒരു പിക്സലിന്റെ വാല്യൂ അതിന്റെ നൈബറിംഗ് പിക്സൽ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിക്സൽസ് നോക്കിയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ പിക്സൽസ് തമ്മിലുള്ള ഇന്റർ കോറിലേഷൻ കാരണം ഉണ്ടാവുന്ന സിമ്പിൾ ഇന്റർ പിക്സൽ റിഡൻഡൻസിനെയാണ് നമ്മൾ സ്പേഷ്യൽ റിഡൻഡൻസി ടെക്നിക്ക് എന്ന് പറയുന്നത്. സ്പേഷ്യൽ റിഡൻഡൻസി ടെക്നിക്ക് എന്ന് പറയുന്നത് മിനിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ഡിഫറൻഷ്യൽ കോഡിംഗ് എന്ന് പറയുന്ന ഒരു കോഡിംഗ് പ്രൊസീജിയർ നമ്മൾ യൂസ് ചെയ്യും. ഡിഫറൻഷ്യൽ കോഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ. സെക്കൻഡ് ടൈപ്പ് ഇന്റർ പിക്സൽ റിഡൻഡൻസിനെയാണ് നമ്മൾ ടെമ്പറൽ റിഡൻഡൻസി എന്ന് പറയുന്നത്. അത് നമ്മളൊരു വീഡിയോ സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വീഡിയോ സീക്വൻസിനകത്ത് ആ സക്സസീവ് ആയിട്ടുള്ള ഫ്രെയിംസ്, ആ സക്സസീവ് ഫ്രെയിംസിലെ പിക്സൽസ് തമ്മിലുണ്ടാവുന്ന ഇന്റർ പിക്സൽ കോറിലേഷൻ കാരണം ഉണ്ടാവുന്ന റിഡൻഡൻസിയാണ് ടെമ്പറൽ റിഡൻഡൻസി എന്ന് പറയുന്നത്. അത് വീഡിയോ സീക്വൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന ഈ ടെമ്പറൽ റിഡൻഡൻസിനെ മിനിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് മോഷൻ കോമ്പൻസേറ്റഡ് പ്രെഡിക്റ്റീവ് കോഡിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെമ്പറൽ റിഡൻഡൻസിനെ നമ്മൾ റിമൂവ് അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റിനെ മിനിമൈസ് നമ്മൾ ചെയ്യുന്നത്. ഇനി മൊത്തത്തിൽ ഈ ഇന്റർ പിക്സൽ റിഡൻഡൻസിനെ നമുക്ക് പിക്സൽസ് തമ്മിലുള്ള ഇന്റർ പിക്സൽ കോറിലേഷൻ എന്ന് പറയുന്നത് മിനിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഹോൾ ഇമേജിനെ മറ്റൊരു എഫിഷ്യന്റ് ഫോർമാറ്റിലേക്ക് നമ്മൾ അതിനെ ട്രാൻസ്ഫോം ചെയ്താൽ മതി. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷനെ നമ്മൾ വിളിക്കുന്ന പേര് മാപ്പിംഗ് എന്ന് പറയും. അതായത് ഇമേജിനെ മറ്റൊരു എഫിഷ്യന്റ് ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് പോകുന്നു. ആ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്.
ഇനി തേർഡ് ടൈപ്പ് ഡേറ്റ റിഡൻഡൻസി ആണ് സൈക്കോ വിഷ്വൽ റിഡൻഡൻസി. സൈക്കോ വിഷ്വൽ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ അത് ഹ്യൂമൻ വിഷ്വൽ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ഹ്യൂമൻ വിഷ്വൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വിഷ്വൽ ഇൻഫർമേഷനും എന്ത് ചെയ്യാൻ കഴിയില്ല, ഈക്വലി നമുക്ക് പെർസീവ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ ഹ്യൂമൻ ഐന് എല്ലാ വിഷ്വൽ ഇൻഫർമേഷനെയും ഒരേപോലെ അല്ലെങ്കിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരിക്കലും പെർസീവ് ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ ഐ എന്ന് പറയുന്നത് പെർസീവ് ചെയ്യുന്ന ആ ഒരു കറസ്പോണ്ടിങ് വിഷ്വൽ ഇൻഫർമേഷൻ, വിഷ്വൽ ഡേറ്റ കൊണ്ട് അതിനകത്ത് യാതൊരു റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യാത്ത ഡേറ്റാസും ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഹ്യൂമൻ ഐ എന്ന് പറയുന്നത് ക്യാപ്ചർ ചെയ്യും. അത് കാരണം ഉണ്ടാവുന്ന ഡേറ്റ റിഡൻഡൻസിനെയാണ് നമ്മൾ സൈക്കോ വിഷ്വൽ റിഡൻഡൻസി എന്ന് പറയുന്നത്. ഹ്യൂമൻ വിഷ്വൽ സിസ്റ്റമായിട്ട് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്ന റിഡൻഡൻസി. നമുക്ക് ഈ ഒരു ടൈപ്പ് സൈക്കോ വിഷ്വൽ റിഡൻഡൻസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാനായിട്ട് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ മെത്തേഡ് പോലല്ല. കാരണം കോഡിംഗ് റിഡൻഡൻസിനെ നമ്മൾ വേരിയബിൾ ലെങ്ത് കോഡിംഗ് വെച്ചിട്ട് മിനിമൈസ് ചെയ്തു. ഇന്റർപിക്സൽ റിഡൻഡൻസിനെ മാപ്പിംഗ് പ്രൊസീജിയർ യൂസ് ചെയ്ത് മിനിമൈസ് ചെയ്തു. അതുപോലെ സൈക്കോ വിഷ്വൽ റിഡൻഡൻസിനെ നമ്മൾ ക്വാണ്ടൈസേഷൻ പ്രൊസീജിയർ വെച്ചാണ് മിനിമൈസ് ചെയ്യുന്നത്. പക്ഷെ ക്വാണ്ടൈസേഷൻ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ഇമേജിന്റെ കുറച്ച് ഇൻഫർമേഷൻ ലോസ് ആവാനുള്ള ചാൻസസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ലോസി കോഡിംഗ് അല്ലെങ്കിൽ കംപ്രഷൻ ടെക്നിക്കാണ് ഈ ക്വാണ്ടൈസേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ഇമേജ് കംപ്രഷൻ സ്കീമിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. നമുക്ക് രണ്ടായിട്ട് ഒരു ഹോൾ ഇമേജ് കംപ്രഷൻ സ്കീമിനെ ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തേത് ലോസ്ലെസ് കംപ്രഷനും രണ്ടാമത്തേത് ലോസി കംപ്രഷനും. അപ്പൊ അതിന്റെ പേരിൽ നിന്ന് തന്നെ പറയാൻ പറ്റും, ലോസ്ലെസ് കംപ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് നോ പാർട്ട് ഓഫ് ദി ഇൻഫർമേഷൻ ഈസ് ലോസ്റ്റ്. ലോസ്ലെസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ മെസ്സേജ് അല്ലെങ്കിൽ ഇമേജിന്റെ ഒരു പാർട്ട് ഓഫ് ഇൻഫർമേഷൻ പോലും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. പക്ഷെ ലോസി കംപ്രഷനകത്ത് കുറച്ച് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ആ നഷ്ടപ്പെടാത്തത് ലോസ്ലെസ്സും കുറച്ച് ഇൻഫർമേഷൻ നഷ്ടപ്പെടുന്നത് ലോസി ആയിട്ടുള്ള കംപ്രഷൻ. ലോസ്ലെസ് കംപ്രഷൻ പ്രോസസ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇമേജിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴാണ് കംപ്രസ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. തിരിച്ച് റിസീവർ സൈഡിൽ വരുമ്പോൾ ആ കംപ്രസ്ഡ് ഇമേജിനെ ഡീകംപ്രസ് ചെയ്ത് നമ്മൾ ഒറിജിനൽ ഇമേജ് എന്ന് പറയുന്നത് റിക്കവർ ചെയ്യാനുണ്ട്. അപ്പൊ ആ റിസീവർ സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഡീകംപ്രഷൻ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ആ ഒറിജിനൽ ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു കിട്ടും. അതാണ് റിവേഴ്സിബിൾ. ഇവിടെ ലോസി കംപ്രഷൻ എന്ന് പറയുന്നത് നോട്ട് റിവേഴ്സിബിൾ ആണ്. അതായത് റിസീവർ സൈഡിൽ വെച്ച് അത് ഡീകംപ്രഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ഇമേജ് അല്ല നമുക്ക് തിരിച്ച് കിട്ടുന്നത്. ലോസ്ലെസ് കംപ്രഷൻ മെത്തേഡ് എപ്പോഴും ഉപയോഗിക്കുന്നത് ടെക്സ്റ്റിനും അതുപോലെ തന്നെ ഡേറ്റ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റയെയും നമ്മൾ കംപ്രസ് ചെയ്യാനാണ് ലോസ്ലെസ് കംപ്രഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ലോസി കംപ്രഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് സ്പീച്ചും വീഡിയോയും കോഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ലോസി കംപ്രഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ലോസ്ലെസ് കംപ്രഷനകത്ത് കംപ്രഷൻ റേഷ്യോയുടെ വാല്യൂ എന്ന് പറയുന്നത് കുറവായിരിക്കും. കംപ്രഷൻ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഇമേജിനെ കംപ്രസ് ചെയ്യുന്നു. അപ്പൊ ആ കംപ്രസ് ചെയ്തതിന് ശേഷമുള്ള നമ്പർ ഓഫ് പിക്സൽസ് ഡിവൈഡഡ് ബൈ ആ ഇമേജിനെ കംപ്രസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള നമ്പർ ഓഫ് പിക്സൽസ്. അപ്പൊ കംപ്രഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ ആ നമ്പർ ഓഫ് പിക്സൽസ് കുറയണം. അങ്ങനെ ആവുമ്പോഴാണ് കംപ്രഷൻ റേഷ്യോയുടെ വാല്യൂ കുറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോസ്ലെസ് കംപ്രഷൻ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആണ്. കംപ്രസ് ചെയ്തതിന് ശേഷം ആ ഔട്ട്പുട്ട് ഇമേജിന്റെ നമ്പർ ഓഫ് പിക്സൽസ് എന്ന് പറയുന്നത് കുറയുന്നതുകൊണ്ട് അതുകൊണ്ടാണ് കംപ്രഷൻ റേഷ്യോയുടെ വാല്യൂ കുറഞ്ഞിരിക്കുന്നത്. ലോസി കംപ്രഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഹൈ കംപ്രഷൻ റേഷ്യോ ആണ്. കംപ്രഷൻ റേഷ്യോയുടെ വാല്യൂ ഹൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കംപ്രഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷവും ഔട്ട്പുട്ട് ഇമേജിന്റെ നമ്പർ ഓഫ് പിക്സൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എഫക്റ്റീവ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ലോസ്ലെസ് കംപ്രഷൻ സ്കീംസിന് എക്സാമ്പിൾസ് ആണ് ഹഫ്മാൻ കോഡിംഗ്, അതുപോലെ തന്നെ അരിത്തമെറ്റിക് കോഡിംഗ് എന്ന് പറയുന്ന കോഡിംഗ് പ്രൊസീജിയേഴ്സ് എല്ലാം. അതുപോലെ ലോസി കംപ്രഷൻ മെത്തേഡിന് എക്സാമ്പിൾസ് ആണ് ട്രാൻസ്ഫോം കോഡിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക്, അതുപോലെ തന്നെ വേവ്ലെറ്റ് കോഡിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക്.